ഞാൻ എന്തെന്നാ പറയുന്നെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വല്യമ്മ പറഞ്ഞു. അതിന് അമ്മ അങ്ങോട്ടൊരു മറുപടി പറഞ്ഞു. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുക നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരും കാഴ്ചക്കും വെറും ഒരു വിഡ്ഢിയല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? തലയ്ക്ക് ശ്രദ്ധയില്ലല്ലോ, വട്ടല്ലേ? അങ്ങനെയാവുമ്പോൾ നിങ്ങളൊക്കെ നല്ല ആൾക്കാരല്ലേ, പറയുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞു അമ്മ. അതിന് വല്യമ്മ ഒരു മറുപടി പറഞ്ഞ്, എടി മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വല്യമ്മ പറഞ്ഞു. അതിനെ അമ്മ അങ്ങോട്ട് പറഞ്ഞ്, എങ്ങനെ സംസാരിക്കുന്നെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്കെല്ലാം കുറ്റമല്ലേ? കാരണം നിങ്ങളെയൊക്കെ മനസ്സിൽ അങ്ങനെയല്ലേ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്താലും കുറ്റമായിരിക്കും. സാരമല്ല അമ്മേ, ഇവൻ്റെ കല്യാണത്തിന് ഞാൻ വരണ്ടേനു, വന്നതാണ് എനിക്ക് പറ്റിപ്പോയത്, നിങ്ങളും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നമ്മ പറഞ്ഞു. എന്ത് നഷ്ടപ്പെട്ടെന്നാ നീ പറയുന്നത് എന്ന് വല്യമ്മ പറഞ്ഞു. ഞാൻ എന്തായാലും എന്ത് സംഭവിച്ചാലും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതാ. കുഞ്ഞിക്കാലം തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയെ കാണും, നിങ്ങളാണ് എനിക്ക് വലുത് എന്ന് അമ്മ പറഞ്ഞു. അതിന് വല്യമ്മ പറഞ്ഞു, എടി മോളെ, അതിനൊരു തെറ്റുമില്ല. എന്നും നീ എനിക്ക് വലിയ കാര്യമാണ്, നിന്നോട് എനിക്ക് സ്നേഹമാണ്, അതിലൊരു മാറ്റമില്ല. സ്നേഹം വേറെ, ജീവിതം വേറെ, രണ്ടും ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അത് നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് വെറുപ്പ് പിടിച്ച് ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇപ്പം വീട്ടിലൊരു സ്വസ്ഥതയില്ലാണ്ട് കച്ചറയും അടിയും പിടിയായാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കച്ചറകളും വിഷമങ്ങളും ഇല്ലാത്ത കുടുംബങ്ങളും വീടും എവിടെയും ഇല്ല. എന്ന് വന്നാൽ അത് ഒഴിവാക്കണം. ഈ ഉടുമ്പ് പിടിച്ചതിൻ്റെ തൊട്ട് അതിനെ ഇങ്ങനെ പിടിച്ച് നിൽക്കരുത്, മനസ്സിൽ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എനിക്ക് സൂക്കേട് പിടിച്ചാൽ എന്തു ചെയ്യും? ഈ കുട്ടീനെ നോക്കാൻ ആരുണ്ട് എന്ന് വല്യമ്മ പറഞ്ഞു. അതിനമ്മ മറുപടി പറഞ്ഞു, കുട്ടീനെ നോക്കാൻ കുട്ടീൻ്റെ അച്ഛനുണ്ടല്ലേ, നിങ്ങളൊക്കെ അല്ലേ ഓൾക്ക് ഒരു നല്ലൊരു വഴികാട്ടിയല്ലേ. ഞാൻ ഓൾക്ക് നല്ലതല്ലോ വിചാരിക്കുക, നിങ്ങളില്ല നല്ലത് വിചാരിക്കുക. ഓളെ പഠിപ്പിക്കാനും ഓളെ കലക്ടറാക്കാനും ശ്രമിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ അല്ലേ, ഞാനല്ലല്ലോ. ഞാൻ ഓളെ വലിയ കുണ്ടിലേക്ക് തള്ളിയിടാൻ നോക്കുകയല്ലേ. ഓളെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ, ഞാൻ മാത്രമല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. എടി മോളെ, എന്ത് പറഞ്ഞാലും നീ എന്തിനാ ഇങ്ങനെ തർക്കിച്ച് ഇങ്ങനെ പറയുന്നത്? ഇതെങ്ങനെയാണ് നീ ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ പഠിച്ചത്? ഇതാണോ നീ കേരളത്തിൽ പോയിട്ട് പഠിച്ചത് എന്ന് വല്യമ്മ പറഞ്ഞു. അതിനമ്മ പറഞ്ഞ്, എന്നെ ഉണ്ടോ ആരെങ്കിലും പഠിപ്പിച്ചിന്? നിങ്ങളനിയത്തി എന്നെ സ്കൂളിൽ ചേർത്താ? നിങ്ങളനിയത്തിൻ്റെ എന്നെ സ്കൂളിൽ ചേർത്തിക്കാ? ഇല്ലാലോ. ഞാൻ പശുവിനെയും ആടിനെയും പോത്തിനെയൊക്കെ മേച്ചിട്ട് ഇവർക്ക് നാട്ടിലുള്ളാത്ത മുഴുവൻ പണിയെടുത്തതല്ലേ. അന്ന് കാലത്തെ 7 വയസ്സിൽ ഞാൻ ഇവർക്ക് ജോലിക്കാരത്തിയായില്ലേ. പിന്നെന്താ, എന്നെ ഒരു കുട്ടിയായിട്ട് ആരും കണ്ടില്ലല്ലോ. അത് അന്നും ശരി ഇന്നും ശരി ഒരേപോലെയല്ലേ എല്ലാവരും നോട്ടം. അത് ഈ വിഡ്ഢിക്കത് മനസ്സിലായില്ല അമ്മേ എന്ന അമ്മ അങ്ങോട്ട് പറഞ്ഞു. എടി മോളെ, നീ വിഷമിക്കണ്ട. നീ വിഷമിക്കാൻ വേണ്ടി അമ്മ അങ്ങോട്ട് പറഞ്ഞതല്ല, നീ അത് മനസ്സിലാക്കണം എന്ന് വല്യമ്മ പറഞ്ഞു. അതിനമ്മ ഒരു മറുപടി പറഞ്ഞു, മനസ്സിലാക്കാൻ ഇനി എന്തിരിക്കുന്നമ്മേ,
മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. ഇനി ചെയ്യേണ്ട കാര്യമൊന്നുണ്ട്. ഇവിടെ നിന്ന് പോകണം. ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ച് എന്നെ ഒരു മനസമാധാനം ഇല്ലാണ്ട് വട്ടാക്കി കളയും. അതാണ് എനിക്ക് പേടിയാവുന്നത്. ഇപ്പം വട്ടായി പോകുമെന്നുള്ളത്. നല്ല തലയ്ക്ക് ശ്രദ്ധയുള്ളപ്പോൾ തന്നെ എല്ലാവരും വട്ടാന്നാണ് പറയുന്നത്. ഇനി വട്ടാണെങ്കിൽ റോഡുമ്മ കൂടി നടക്കേണ്ടി വരില്ലേ? അതാണ് എനിക്ക് പേടിയാവുന്നത് എന്ന് അമ്മ പറഞ്ഞ്. എടി അങ്ങനെയൊന്നും പറയല്ലേ. എന്തിനാ വട്ടാവാൻ പോകുന്നത്? നീ ഒന്ന് മനസ്സ് തണുപ്പിക്ക്, സമാധാനമായിട്ട് നിൽക്ക്, ഈ ചായ ഒന്ന് കുടിക്ക് എന്ന് ഒരു ചായ കൊണ്ട് കൊടുത്ത് വല്യമ്മമ്മ. അന്നേരം അമ്മയ്ക്ക് ഭക്ഷണം വേണ്ട, ചായയും മുറുക്കാനും മതി. അപ്പോൾ ആ ചായ കുടിച്ച്, കാലിച്ചായ ചായ കുടിച്ചിട്ട് എത്ര പുലച്ചക്കാണെങ്കിലും എത്ര പാതിരാക്കാണെങ്കിലും മുറുക്കുന്നത് നിർത്തൂല. അപ്പാടോ മുറുക്കാൻ തുടങ്ങി. അത് മുറുക്കിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു, എന്തെന്നാ ചെയ്യേണ്ട, ഇവരെല്ലാം ഇങ്ങനെയല്ലേ പറയുന്നത്, നമ്മളെ കുറ്റക്കാരിയായിട്ടല്ലേ കാണുന്നതെന്ന് ഇങ്ങനെ എന്തെല്ലോ ആലോചിച്ച് കുത്തിരിക്കുന്നു. നേരം എടുത്ത് അന്നേരം പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമല്ലേ ഉത്സവം. അപ്പോൾ ഇന്ന് തലേ ദിവസം പോകാൻ പറ്റുമോ? 4 ദിവസം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഇനി 1 ദിവസം കൂടിയിട്ടാണ് ബാക്കിയുള്ളത്. അന്നേരം സെൽവിനോടും അച്ഛനോടും പറഞ്ഞ് നമുക്കിന്ന് പോവാം എന്ന് പറഞ്ഞ്. അതിന് അച്ഛൻ പറഞ്ഞ്, എന്ത് പറ്റി? ഉത്സവത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ ഇരുന്നത്, നാളെയല്ലേ ഉത്സവം, അതും കൂടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് അമ്മ മറുപടി അങ്ങോട്ട് പറഞ്ഞ്, ആ ശരി, എന്നാൽ നിങ്ങൾ ഉത്സവം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ പോന്നാ എന്ന് പറഞ്ഞ്. അന്നേരം മാമൻ പറഞ്ഞ്, രണ്ടാൾക്കും 2 വഴിയാ? എന്താ ചേച്ചി, ഉത്സവത്തിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ നിന്നത്, നാളെ നേരം വെളുത്താൽ ഉത്സവമല്ലേ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പോയിക്കോ, ആരാ പറഞ്ഞ് പോണ്ടെന്ന് എന്ന് മാമൻ പറഞ്ഞ്. എടാ, നിനക്കെല്ലാം പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ അവിടെ മിണ്ടാണ്ടക്ക് എന്ന് അമ്മ മാമനോട് പറഞ്ഞ്. അതിന് മാമൻ പറഞ്ഞ്, എന്ത്, എനക്കെന്താ മനസ്സിലാവാത്തത്, ഞാൻ എന്താ കുഞ്ഞനായിട്ടാ എന്ന് മാമൻ പറഞ്ഞു. ഇല്ലടാ, നിങ്ങളൊന്നും കുഞ്ഞനല്ല, നിങ്ങളെല്ലാവരും മുതിർന്നവരാ, നല്ല ബുദ്ധിയുള്ള ആൾക്കാരാ, നല്ല ബുദ്ധിയും സ്നേഹവും വാത്സല്യവും എല്ലാം ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഞാനങ്ങനെയല്ല. നിങ്ങളെ മുന്നിൽ ഒരറിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത വെറും ഒരു വെടി. ശരിയല്ലടാ മോനെ ഞാൻ പറഞ്ഞത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞ്. ചേച്ചി, ആരാണ് നിങ്ങൾ, എന്താ പറഞ്ഞേ, എന്തിനാ നിങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെയെന്നാ നീ പറയുന്നതെടാ, ഞാൻ പോകണമെന്ന് പറഞ്ഞ് തെറ്റാണോ എന്ന് പറഞ്ഞ് അമ്മ. പോകണമെന്ന് പറഞ്ഞത് തെറ്റല്ല ചേച്ചി, 1 ദിവസം നേരം വെളുത്താൽ ഉത്സവമാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്. ഇത് നിങ്ങൾ ജനിച്ച് വളർന്ന സ്വന്തം നാടാണ്. ഇത് നമ്മളെ ഈ നാട്ടിലെല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ദൈവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശാപം കൊണ്ട് നിങ്ങൾ പോകണ്ടല്ലോ. ജീവിക്കാൻ പോകുന്ന സ്ഥലമല്ലേ, അവിടെ പോയിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നല്ലോണം വരണ്ടേ. ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ഫ്രീ ആയി എന്നിട്ട് ചേച്ചി പോയിട്ട് വന്നോ എന്ന് മാമൻ പറഞ്ഞു. അച്ഛനും പറഞ്ഞു, പിന്നെ നീ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് നാളെ തന്നെ പോവാം, അവിടെ നിൽക്കണ്ട, നാളെ തന്നെ പോവാം, അതിലൊരു മാറ്റമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അമ്മയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഉപദേശിക്കുന്നത് കൊണ്ടിട്ട്
ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.